ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കായ്പോള റെഡിയാക്കിയാലോ. അതിനായിട്ട് 4 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചതാണ്, 4 കോഴിമുട്ടയും 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കേടായ ഒരു പാന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. എയർ കിടക്കാത്ത രീതിയിൽ ഇതേപോലെ മൂടി കൊടുത്തിട്ട് ഒരു കനത്തിന് വേണ്ടി കല്ലും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ട് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ 15 മിനിറ്റ് കൂടി വീണ്ടും മൂടി വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ നമ്മുടെ അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.